എല്ലാവർക്കും നമസ്കാരം. ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു അവർ ചാനൽ. എല്ലാവർക്കും അഡ്വാൻസ് ഓണം ആശംസകൾ. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ പുളിശ്ശേരി തയ്യാറാക്കുന്ന വിധം നോക്കാം. എല്ലാവരും റെസിപ്പി മുഴുവനായിട്ട് കാണുക, ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിസാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സും റെഗുലറായിട്ട് കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ ബട്ടണും കൂടി അമർത്താൻ മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പുളി കുറഞ്ഞ നല്ല കട്ടിയുള്ള തൈര് ഒരു വലിയ കപ്പ്, പച്ചമുളക് 3 എണ്ണം, ഉണക്കമുളക് 3 എണ്ണം. അരപ്പിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: തേങ്ങ ചുരണ്ടിയെടുത്തത് 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1 കഷ്ണം ഇഞ്ചി 1/4 ടീസ്പൂൺ, നല്ല ജീരകം, കറിവേപ്പില 2 തണ്ട്, മുളക് പൊടി 1/2 ടീസ്പൂൺ, കടുക് 1 ചെറിയ സ്പൂൺ, ഉലുവ 1/4 ടീസ്പൂൺ, നെയ്യ് 1 ടീസ്പൂൺ, വെളിച്ചെണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ഇനി പ്രിപ്പറേഷൻ നോക്കാം. നമുക്ക് ആദ്യമായിട്ട് അരപ്പ് റെഡിയാക്കാം. നമ്മളിവിടെ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചുരണ്ടിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തൈരായതുകൊണ്ട് തേങ്ങ അധികം ആവശ്യമില്ല. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കഷ്ണം ഇഞ്ചി, 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരകല്ലിൽ വെച്ചിട്ട് ഇതിനെ ഇതേപോലെ നല്ല മയത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലോ അരകല്ലിലോ വെച്ചിട്ട് ഇതേപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം തേങ്ങ. ഇനി ബാക്കി പ്രിപ്പറേഷൻ നോക്കാം. ഇനി നമുക്ക് തൈരൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നല്ല കട്ടിയുള്ള പുളി കുറഞ്ഞ തൈരാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ ജാറിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. തൈരിപ്പോൾ കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. മിക്സിയുടെ ആ റിവേഴ്സ് ബട്ടണിൽ ഒരു 2-3 പ്രാവശ്യം ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. ഒരുപാട് സമയത്ത് ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനൊരു മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണയിലേക്ക് ഒരു ചെറിയ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായി എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞിട്ട് ഒരു ചെറിയ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് മുഴുവനും പൊട്ടി തീർന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ അധികമായി പോകരുത്, ജസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ മാത്രം മതിയാവും. ഉലുവ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർക്കാം. അപ്പോൾ നമ്മളൊരു 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ഉണക്കമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഞെടുപ്പൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇതേപോലെ രണ്ടായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റോളം ഇതിനെ നമുക്കൊന്ന് വഴറ്റാം. പച്ചമുളക് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരണം. ഇപ്പം നമ്മളൊരു 2 മിനിറ്റോളം ഇതിനെ വഴറ്റി പച്ചമുളകൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ആദ്യമേ ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ നിറം മാറിപ്പോകും. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്കിതിലോട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർക്കുമ്പോൾ ഇത് ലോ ഹീറ്റിൽ വെക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ലോ ഹീറ്റിലിട്ടിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കണം. ഈ അരപ്പിൻ്റെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരണം. അതുപോലെ മുളക് പൊടി ഒന്ന് മൂത്ത് വരണം. അപ്പോൾ ലോ ഹീറ്റിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റോളം ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റാം. ഇടവിട്ട് മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അരപ്പ് ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുമ്പോൾ തന്നെ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്യുക. കാരണം ചൂട് കൂടുതലാണെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഒന്നുകിൽ സ്റ്റൗ ഓഫ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ലോ ഹീറ്റിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഈ സമയത്ത് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് തിളയ്ക്കരുത്. നന്നായിട്ടൊന്ന് ചൂടായി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ആവി വന്നാൽ മതിയാകും. അപ്പോൾ കൈയെടുക്കാതെ ഇതേപോലെ മിക്സാക്കി കൊടുത്തുകൊണ്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി ചൂടായി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തു. ഇത് തിളയ്ക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കാം. ഉപ്പൊക്കെ ഇതിൻ്റെ കറക്റ്റാണ്. അതുപോലെ തന്നെ ആ ഒരു കളറൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സ്റ്റൗവിൽ നിന്ന് വാങ്ങാം. നമ്മുടെ സദ്യ സ്പെഷ്യൽ പുളിശ്ശേരി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല ടേസ്റ്റുള്ള ഒരു പുളിശ്ശേരിയാണിത്. ഈ ഓണത്തിന് എല്ലാവരും മറക്കാതെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.